1945 ആഗസ്റ്റ് 15. ഈ ദിവസം എന്ന് പറയുന്നത് ഇന്ത്യക്കാരനെ അപേക്ഷിച്ച് ആരും മറക്കാത്ത ദിവസമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം. എന്താണ് സ്വാതന്ത്ര്യദിനം എന്ന് ചോദിച്ചാൽ വെള്ളക്കാരായ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. എന്നാൽ ഓഗസ്റ്റ് 15 പ്രത്യേകതയെക്കുറിച്ച് കുട്ടികളോട് ചോദിച്ചാൽ സ്കൂളിലെ ദേശീയ പതാക ഉയർത്തുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് അവർ പറയും. എന്നാൽ ഇതൊക്കെയാണോ അതിൻ്റെ പ്രത്യേകത? ചവിട്ടിയരിക്കുകയും ആക്രമിക്കപ്പെടുകയും ചെയ്ത ഒരു ജനതയുടെ ചരിത്രം ആഗസ്റ്റ് 15 പറയാനുണ്ട്. 1498 തൻ്റെ കൂടെയുള്ള 170 ആളുകളെയും കൂട്ടി വാസ്കോ ഡ ഗാമ എന്ന യൂറോപ്യൻ നാവികൻ കോഴിക്കോടിലെ കാപ്പാട് ബീച്ചിലെത്തി. ഇന്ത്യ വൻ വ്യാപാര സംഭരണം എന്ന് മനസ്സിലാക്കിയ യൂറോപ്പ് അവരുടെ കച്ചവടം ഇവിടെ തുടങ്ങി. 1608 ഓഗസ്റ്റ് 24 ബ്രിട്ടീഷുകാർ കച്ചവടത്തിനായി സൂറത്തിൽ എത്തുന്നത്. അവർക്ക് വ്യാപാര അവകാശം മുഗൾ ചക്രവർത്തി ജഹാംഗീർ നൽകി. കച്ചവടം എന്ന പേരിൽ എത്തിയ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം വേറെ പലതായിരുന്നു. ഭാരതത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളും അമൂല്യമായ നിധിശേഖരങ്ങളും ആയിരുന്നു അവ. ഇതിനുവേണ്ടി അവർ കണ്ടെത്തിയ മാർഗം ചിതറിക്കിടക്കുന്ന കുഞ്ഞു പ്രദേശങ്ങളെ തമ്മിൽ തല്ലിക്കുകയും കൊള്ളയടിക്കുകയുമായിരുന്നു. 1800കളിലെ ഇന്ത്യയിലെ വലിയ ശക്തരായിരുന്ന മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ച ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി മുതലെടുത്തു. 1757 ജൂൺ 3 നടന്ന പ്ലാസി യുദ്ധത്തിൽ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ പട്ടാളം സിറാജുദ്ദീൻ ദൗലയെ തോൽപ്പിച്ചു. പിന്നീടങ്ങോട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വളർച്ചയായിരുന്നു. സാധാരണക്കാരനെ അടിച്ചമർത്തുകയും കൊള്ളയടിച്ചും അവർ ഇവിടെ വളർന്നു. പിന്നീട് നടന്ന സന്യാസി കലാപവും സിഖ് കലാപവും എല്ലാം നേരിടേണ്ടി വന്നു. ജനസംഖ്യയിൽ അധികമുള്ള ഭാരതീയരോട് പോരാടാൻ കമ്പനി മറ്റു ചില ഭാരതീയരെ അവരുടെ ശിപാനികളാക്കി മാറ്റി. കമ്പനിയുടെ കീഴിൽ ആണെങ്കിലും തുച്ഛമായ കൂലിയും അടിമ എന്ന രീതിയിൽ ആയിരുന്നു അവർ. കമ്പനി ഉപയോഗിച്ചിരുന്ന തോക്കുകളിലും അതിൻ്റെ ഉണ്ടയിലും പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങിയ പാനീയക്കൂട്ടങ്ങൾക്ക് ഇതൊരു വലിയ കലാഹത്തിന് ആക്കം കൂട്ടി. 1857 മെയ് 10 മംഗൾ പാണ്ഡെ എന്ന ശിപ്പാനികളിൽ ഒരാൾ ബ്രിട്ടീഷുകാർക്കെതിരെ വെടിയുതിർത്തി. ഇതാണ് ശിപ്പായി ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭാരതത്തിലെ ആദ്യ സ്വാതന്ത്ര്യ സമരം എന്നും അറിയപ്പെടുന്നു. 1877 ബ്രിട്ടീഷ് രാജ്ഞിയായ ക്വീൻ വിക്ടോറിയ ഇന്ത്യയുടെ റാണിയായി മാറി. സംഘടിതമായി പോരാട്ടത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയ ഭാരതീയ ജനത 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു. ഒരു ഭാരതീയ ജനതയുടെ സംഘടിത ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് അത് തകർക്കാൻ വേണ്ടി മതവിദ്വേഷം എന്ന പേരിൽ ഭാരതീയർക്കിടയിൽ വിഷമിട്ടു. ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നിടയിലാണ് 1915 ഗാന്ധിജി കടന്നു വരുന്നത്. അന്നുവരെ അവിടെ കണ്ടുവരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഗാന്ധിജിയുടെ സമരം. അഹിംസയായിരുന്നു മുഖമുദ്ര. അങ്ങനെ കാര്യങ്ങളൊക്കെ സുഗമമായി പോകുമ്പോഴാണ് 1919 മാർച്ച് 18 സിഡ്നി റൗലറ്റ് എന്ന ബ്രിട്ടീഷ് ജഡ്ജി റൗലറ്റ് ആക്ട് കൊണ്ടുവരുന്നത്. ഈ നിയമപ്രകാരം ആരെ വേണമെങ്കിലും തടവിലാക്കാനും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും കഴിയും. അങ്ങനെ നിരവധി അധികാരങ്ങൾ ബ്രിട്ടീഷുകാർക്ക് കിട്ടി. റൗലറ്റ് ആക്ടിനെതിരായി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയ സംഘം ജാലിയൻവാലാ ബാഗിൽ ഒത്തുകൂടി. ഇതിനെ തകർക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ വെടിയുതിർത്തി. 1500-ലധികം ആളുകളും മരണപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ നടക്കുന്ന വാർത്തയായി. ഈ സംഭവം എല്ലാവരിലും ദേഷ്യമുള്ളവാക്കി. പക്ഷേ അവർക്ക് തിരിച്ചു പ്രതികരിക്കാനുള്ള ഊർജമായാണ് ഇത് മാറിയത്. ഭാരതീയ ജനതയുടെ ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പ് കൂടി വന്ന സമയത്താണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രസിഡന്റായി മാറുന്നത്. ഗാന്ധിജിയുടെ സമ്മതമുറയിൽ നിന്ന് നേർ വിപരീതമായിരുന്നു നേതാജിയുടേത്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനിയുടെയും ജപ്പാനിൻ്റെയും സഹായത്തോടെ ബ്രിട്ടീഷുകാരെ തുരുത്താമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പിടിച്ചെടുത്ത ബ്രിട്ടീഷിനത്തിലെ ഇന്ത്യക്കാരെ ഏകോപിച്ച് ഇന്ത്യൻ നാഷണൽ ആർമി INA എന്ന സംഘടന രൂപീകരിച്ചു.
1942 ബ്രിട്ടീഷുകാരെ പൂർണ്ണമായും തുരത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹായത്തോടെ ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചു. തുടർന്ന് ഗാന്ധിജിയെ ബ്രിട്ടീഷുകാർ തടവിലാക്കി. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട ഭാരതീയർ ബ്രിട്ടീഷുകാരെയും അവരുടെ തോക്കിനെയും ഭയമില്ലായിരുന്നു. ഏത് നിമിഷവും സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് ശുഭാപ്തി വിശ്വാസം അവരെ മുന്നോട്ട് നയിച്ചു. പക്ഷേ ബ്രിട്ടീഷുകാർ ഭാരതീയ മണ്ണിൽ വിതച്ച വർഗീയത എല്ലാവരിലും തുടങ്ങി. മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രം ഒരു രാജ്യം പാകിസ്ഥാൻ എന്ന് അലയടിക്കാൻ തുടങ്ങി. അതുവരെ ഒന്നിച്ച് സഹോദരങ്ങളെപ്പോലെ ചേർന്ന് നിന്നവർ തമ്മിലടിക്കാൻ തുടങ്ങി. പിന്നീട് സത്യം മനസ്സിലാക്കുകയും ഒന്നിച്ചു പോരാടുകയും ചെയ്തു. ഇതിന്റെ പരിണതഫലമായി 1947 ഓഗസ്റ്റ് 14 രാത്രി ലോകത്ത് എല്ലാവരും ഉറങ്ങിയപ്പോൾ ഏതാണ്ട് 190 വർഷത്തെ അടിമത്തം സഹിച്ച് ഒരു ജനത മാത്രം ഉറങ്ങിയില്ല. സ്വാതന്ത്ര്യത്തിനായി അവർ കാത്തിരുന്നു.